ഹലോ, പാത്തു ഐസ് കാണാൻ പോയ കഥ പറയട്ടെ. ഒരു ദിവസം നല്ല മഞ്ഞ് പതിച്ച് കിടക്കുന്ന ഒരു വെള്ള താഴ്വാരം ഫോണിൽ കാണിച്ചു കൊടുത്തിട്ട് അജു പാത്തുവിനോട് ചോദിച്ചു, പാത്തുവിന് ഇവിടെ പോകണം. പാത്തു അത് കണ്ടതും ഭയങ്കര എക്സൈറ്റഡ് ആയി, വാവ് ഐസ്, എനിക്കിവിടെ പോകണം. അങ്ങനെയാണ് ഐസ് എന്നാണ് കേട്ടോ അവളെ വിശേഷിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് ഐസ് കാണാനുള്ള പാത്തുവിന്റെ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പായിരുന്നു. മണാലി പോകുമ്പോൾ എന്തായാലും ഐസ് കാണിക്കാമെന്ന് ഞങ്ങളും കരുതി. ഒടുവിൽ അവിടെ എത്തി. സീസൺ അല്ലാത്തത് കൊണ്ട് ഐസ് കാണൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. എങ്കിലും കുറച്ച് ട്രാവൽ ചെയ്താൽ ഐസുള്ള സ്ഥലത്തേക്ക് എത്തും. പുലർച്ചെ തന്നെ യാത്ര തിരിച്ചു. മുകളിലേക്ക് പോകുന്തോറും ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് കാരണം ഓരോരുത്തരും ഓഫായി തുടങ്ങി. പക്ഷെ പാത്തു ഫുൾ ഓണായിരുന്നു. മുകളിലേക്ക് എത്താൻ ഏതാനും മിനിറ്റുകൾ ബാക്കി നിൽക്കെ വണ്ടിക്ക് എന്തോ ഒരു ട്രബിൾ. ശബ്ദം ഉണ്ടാക്കിയാൽ അത് 10 തിരിച്ചു കേൾക്കുക എന്നല്ലാതെ അവിടെ എങ്ങും ആൾതാമസമോ റേഞ്ചോ ഒന്നുമില്ല. മണിക്കൂറുകളോളം ഞങ്ങൾ അവിടെ സ്റ്റക്കായി. വെളിച്ചം പോയി ഇരുട്ട് വീഴാനും തണുപ്പ് വണ്ടിയിലെ ഗ്ലാസ് വിൻഡോയിലൂടെ തുളച്ചു കയറാനും തുടങ്ങി. പിന്നീട് മറ്റൊരു വണ്ടി വന്ന് ഞങ്ങൾ തിരിച്ച് താഴെ എത്തിയപ്പോഴേക്കും 12 മണിയായി. അപ്പോഴേക്കും പാത്തു ഉറങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ ഉറക്കത്തിനിടയിലും അവൾ ആകെ ചോദിച്ചത് ഐസ് എത്താറായോ എന്നാണ്. അന്ന് അങ്ങനെ പാത്തുവിന് ഐസ് കാണാൻ പറ്റിയില്ല. പിന്നീട് ഇടയ്ക്കൊക്കെ പാത്തു ആഗ്രഹം പറയുമെങ്കിലും തിരക്കുകൾക്കിടയിൽ സാധിച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ പാത്തുവിന് ഐസ് കാണിച്ചു കൊടുക്കാൻ പോവാണ് കാലിക്കറ്റുള്ള സ്നോ വേൾഡിൽ. പാത്തു വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എന്തുകൊണ്ടോ ഞാനും. അവൾ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണാനായിരുന്നു എൻ്റെ എക്സൈറ്റ്മെന്റ്. പാത്തു അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചു. മറ്റു സിനിമയിലെ സിദ്ദീഖ് പറയുന്ന പോലെ പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുത്തേക്കണം. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാ.